ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കും. സകല സ്വർഗീയ ഗ്രന്ഥങ്ങളോടും ചേർന്ന് ഇരുകരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ നന്ദി. ഹല്ലേലൂയ 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 സ്തോത്രം. കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ സ്തോത്രം. കർത്താവേ കരുണ കാണിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളോട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ 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 അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ. യേശുവേ സ്തോത്രം. കർത്താവേ മഹത്വം 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 മഹത്വം. ഉണ്ണി യേശുവിനെ ഹൃദയത്തിലേറ്റുവാങ്ങാനായിട്ട് ഏറെ ഭാഗ്യം കിട്ടി ആദ്യമാ പുൽക്കൂട് തേടിയെത്തിയ അട്ടിടയരെ ചുറ്റിപ്പറ്റി ഈ ആത്മീയ വിചാരത്തിൻ്റെ 2ാം ദിവസം സ്വയേ നിൻ്റെ തിരുസന്നിധാനത്ത് ഇടയ ജീവിതത്തിൻ്റെ സവിശേഷതകളെ ചേർത്ത് വെച്ച് ഞങ്ങളെ തന്നെ ഒന്ന് കണ്ടെത്താൻ വിശുദ്ധീകരിക്കാൻ കൃപയാചിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാം പ്രത്യേകം തിരുമുമ്പിൽ ചേർത്ത് വയ്ക്കുക സഹോദര്യ ബന്ധങ്ങളുടെ വിശുദ്ധീകരണമെന്ന അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. എന്നിൽ ക്രിസ്തു ജനിച്ചാൽ മാത്രം പോരാ. എൻ്റെ സഹോദര്യ ബന്ധത്തിൻ്റെ വഴികളിലെ ഇടർച്ചകൾ പരിഹൃതമായി അവിടെ ക്രിസ്തു ജനന സാധ്യതകൾ തുറക്കപ്പെടണം. ഇടയഭാവങ്ങളിൽ സ്വർഗമൊളിപ്പിച്ചു വെച്ച വിചാരങ്ങളെ ചേർത്ത് വെച്ച് ഈ ചിന്തകളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാം. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പുൽക്കൂട് ലക്ഷ്യമാക്കി നാം യാത്ര ചെയ്യുമ്പോൾ ഈ 2ാമത്തെ ദിനത്തിൽ ഉണ്ണിയേശുവിൻ്റെ അരുകിൽ പുറമേ നിന്ന് ആദ്യം എത്തിയവർ അട്ടിടയരാണെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുക. ഇടയന്മാരുടെ പ്രത്യേകത എന്ത് എന്നും ആടിൻ്റെ സവിശേഷതകളും ഇടയനോടുള്ള ബന്ധവും എന്ത് എന്നും വളരെ ചുരുക്കത്തിലൊന്ന് പഠിച്ചിട്ട് ആ ചിന്തകളെ ഒന്ന് ഹൃദയത്തിൻ്റെ ഭാഗമാക്കി നാം സാഹോദര്യ ബന്ധത്തിലേക്ക് നിഴൽ വീശുന്ന ചില ചിന്തകളെ, പ്രാർത്ഥനകളെ ഈ ആരാധനയിലൂടെ ഒന്ന് സ്വന്തമാക്കാൻ പരിശ്രമിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പം ഇടയസങ്കല്പങ്ങൾ ഒരുപാട് കാണാനായിട്ട് കഴിയും. പൂർവ്വപിതാക്കന്മാരൊക്കെ ഇടയന്മാരായിരുന്നുവെന്നും ഏറെ പ്രത്യേകമായിട്ട് മോശയും ദാവീദുമൊക്കെ ഇടയന്മാരായിരുന്നു. ഇടയഗണത്തിൽ നിന്നും ദൈവം തെരഞ്ഞെടുത്തവരാണ് ജനത്തെ നയിക്കാൻ വേണ്ടിയിട്ട്. ഇടയ ജീവിതത്തിനും ആടുജീവിതത്തിനുമൊക്കെ ഒരുപാട് ആത്മബന്ധമുണ്ട് എന്ന് തിരുവചനത്തിലുടനീളം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. അപ്പോൾ ദൈവവും ദൈവജനവും തമ്മിൽ ആടും ഇടയനുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് യെശയ്യാ പ്രവചനം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന് തൻ്റെ മക്കളോടുള്ള വലിയ അടുപ്പത്തെയും ആഭിമുഖ്യത്തെയും സൂചിപ്പിക്കാൻ വേണ്ടി തിരുവചനത്തിൽ ഇടയൻ്റെ ആടുകളുടെ ബന്ധത്തെ ഒരു നിഴലെന്നോണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന് ഈ ആടിൻ്റെ ജീവിതത്തോട്, അല്ലെങ്കിൽ ഇടയനും ആടിനും ഇടയിലുള്ള ബന്ധം പോലെ ഒരു വിശ്വാസിക്ക്
ദൈവത്തോട് ബന്ധം ഉണ്ടാവണം. അപ്പം നമ്മളും ആടുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തിരുവചനങ്ങൾ സൂചിപ്പിക്കുക, ആത്മീയ ഓർമ്മപ്പെടുത്തൽ. എപ്പോഴും ആശ്രയിക്കുന്നവരാണ് ആടുകൾ. ആടുകളിങ്ങനെ ഒരു വളരെ ടെൻഡറായിട്ട് ജീവിക്കുന്ന ഒരു ഗണമാണ്. അവരിങ്ങനെ എപ്പോഴും ഡിപ്പെൻഡൻറ്റ് കാറ്റഗറിയിലാണ് പെടുക. അവർക്ക് ഒറ്റയ്ക്ക് വഴിയോ. അതുകൊണ്ട് തന്നെയാണ് ആട് നഷ്ടമാകുന്നതിനെക്കുറിച്ച് ലൂക്കാസ് വിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആട് ആ കൂട്ടം തെറ്റിയാൽ പിന്നെ അതിനൊരു ദിശാബോധം ഉണ്ടാവില്ല, അത് അപകടകരമായിട്ട് മാറും. അപ്പം ആശ്രയിക്കുന്ന ആടിൻ്റെ മനോഭാവം. വീണ്ടും ഒറ്റയ്ക്ക് പോയാൽ വീഴും എന്നുറപ്പുള്ളൊരു ഗണമാണ് ആട്. എന്ന് വെച്ചാൽ ആടിൻ്റെ ജീവിതത്തിന് കൂട്ടത്തിനകത്തുനിന്ന് മാറിക്കഴിയുമ്പം അപകടത്തിൻ്റെ ഒരുപിടി സാധ്യതകളുണ്ട് എന്ന് ആടിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ആധികാരികമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത് ആടിനൊരു പ്രത്യേകത, അതിങ്ങനെ വെറുതെ ചുറ്റിക്കറങ്ങുന്ന ഒരു ശൈലിയുണ്ട്. ആടിങ്ങനെ പറമ്പിക്കൂടെയൊക്കെ നടക്കുമ്പം അതും ഇതുമൊക്കെ കടിച്ചു പറിച്ചിങ്ങനെ ചുമ്മാ അങ്ങനെ നടക്കും. ഒരുപക്ഷെ ഉണ്ണിയേശുവിൻ്റെ പിറവിക്ക് വേണ്ടിയിട്ട് നാം ഒരുങ്ങുമ്പം ഈ ആടിൻ്റെ മനോഭാവങ്ങളിൽ നമ്മുടെ ജീവിതത്തിനൊക്കെ വലിയ സാമ്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് കഴിയും. ഈ ആധുനികതയുടെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ഈ ആശ്രയബോധം ഉള്ളവരായിരിക്കുന്നതിന് പകരം നാം എന്തോ ആണെന്ന് കരുതി ജീവിക്കുമ്പം ഈ ഉണ്ണിയേശുവിൻ്റെ പിറവി അട്ടിടയരോടും ചേർന്ന് നമ്മുടെ ധ്യാനത്തിൽ, ചിന്തയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ശരിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി നമ്മൾ മാറണം. വീണ്ടും ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നൊരു സംസ്കാരം എന്ന് വെച്ചാൽ, ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന് അടുത്ത നാളിൽ ഒരാൾ എന്നോട് പറഞ്ഞു. അല്ലാണ്ട് എന്നെ ഭാരപ്പെടുത്തി. ഒരു മൊബൈൽ ഫോണും ഫുൾ നെറ്റ്വർക്കും ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എനിക്ക് ജീവിക്കാമെന്ന് ചിന്തിക്കും വിധം കാലം അപകടകരമായിട്ട് കൈമോശം വന്നു പോകുമ്പം തമ്പുരാൻ പുൽക്കൂട് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പം എന്നോടും നിങ്ങളോടും പറയാണ്, ഒറ്റയ്ക്ക് പോകുന്നതും ഒറ്റയ്ക്കായിരിക്കുന്നതും അപകടമാണെന്ന് കണ്ടെത്തിയവൻ്റെ പിന്നാലെയാണ് നമ്മുടെ യാത്ര. ഒടുവിൽ ആട് നമ്മൾക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തലിൽ നാം കുറിക്കേണ്ടത്, വഴിമാറലുകളൊക്കെ, കൂട്ടം തെറ്റിയുള്ള അലച്ചിലുകളൊക്കെ അപകടകരമാണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. നല്ലിടയൻ്റെ ചിത്രം ബൈബിളിൽ ആവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ലിടയൻ്റെ സമസ്ത പ്രത്യേകതകളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. എസെക്കിയേൽ 34-ലും ഇടയൻ്റെ പ്രത്യേകതകളെയൊക്കെ സുന്ദരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചിന്തകളെ കൊണ്ടുപോകാതെ നല്ല ഇടയൻ്റെ ചിത്രത്തിൽ മാത്രം കാണുന്ന 5 സവിശേഷതകൾ. ഒന്ന്, ജീവൻ അർപ്പിക്കുന്ന ഇടയൻ. ആടുകളിൽ താല്പര്യമുള്ള ഇടയൻ. ആടുകളെ അറിയുന്ന ഇടയൻ. സ്വരം തിരിച്ചറിയാനുള്ള കൃത്യമായ അടുപ്പമുള്ള ഇടയൻ. പേര് വിളിക്കാൻ മാത്രം ബന്ധമുള്ള ഇടയൻ. നമ്മളോടും ഈ ആത്മീയ വിചാരത്തിൻ്റെ ചുവട് പിടിച്ച് ഈ ചിന്തകൾ സ്വർഗം പങ്കുവെക്കുമ്പം നമുക്കും തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടെ നിന്ന് മേയ്ക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കും. യഹോവയാം ദൈവം എന്നെ ഇടയനാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും ബലമായി മാറേണ്ട, ഹൃദയത്തിൻ്റെ ഭാവമായി തീരേണ്ട, ഉള്ളിൻ്റെ താളമായും രാഗമായും മാറേണ്ട ഒരു വിചാരമാണിത്. കർത്താവ് ഇടയനായിട്ട് എൻ്റെ കൂടെയുണ്ട്. പുൽക്കൂട്ടിലേക്ക് നമ്മൾ എത്തുമ്പം ഇടയനായ തമ്പുരാൻ്റെ ആത്മീയ വിചാരങ്ങൾ എൻ്റെ ബന്ധങ്ങളെ കൂടുതൽ സുദൃഢമാക്കാനായിട്ട് സഹായകമാവട്ടെ. ഹൃദയപൂർവ്വം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യഹോവയാം ദൈവം എന്നിടയനത്രേ. ഈ ഭൂമിയിൽ എന്നെ ഇത്രത്തോളം കരുതുന്ന, നടത്തുന്ന, എനിക്ക് ജീവിതത്തിൻ്റെ പച്ചപ്പുൽമേടുകളെ കൃപയോടുകൂടിയിട്ടൊരുക്കുന്ന, എൻ്റെ ഒപ്പം നടന്നെന്നെ അനുഗ്രഹത്തിൻ്റെ തീരത്തോളം, അനുഗ്രഹത്തിൻ്റെ ഇടത്തോളം കൊണ്ടുപോകുന്ന ആ തമ്പുരാൻ്റെ ആത്മീയ വിചാരത്തെ സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ഹൃദയത്തിൽ പ്രാർത്ഥനയോടെ ചേർത്ത് പിടിച്ചുകൊണ്ട്, യഹോവയാം ദൈവമേ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമേ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൽ
മൃദുശയ്യകളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വച്ഛതയാർന്നൊരുറവിങ്കലേക്ക് അവൻ എന്നെ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇടയന്മാരാണ് ആ നാടിൻ്റെ താളത്തെ കൃത്യതയോട് കൂടിയിട്ട് ഉൾക്കൊണ്ടവരും അതിൽ ഉൾച്ചേരുന്നവരും. ഒരുപക്ഷെ പുൽക്കൂടിനോട് ഏറ്റവും ആഭിമുഖ്യമുള്ള ആ ഗണത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പം സഹോദര ബന്ധങ്ങളെ വിശുദ്ധീകരിക്കാൻ കർത്താവേ ഇടവരുത്തണമേ. ദാവീദ് സങ്കീർത്തനത്തിൽ 51 പ്രാർത്ഥിച്ചില്ലേ, നിർമ്മലമായ ഒരു ഹൃദയം തരണേ കർത്താവേ, പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റരുത് തമ്പുരാനെ. ഒരുപക്ഷെ ദാവീദിന്റെ ജീവിതം പാപത്തിന്റെ ബന്ധന വഴിയിലായിരുന്നപ്പം ഉറിയായുടെ ഭാര്യ ബത്ശബയോട് ബന്ധപ്പെടുത്തി ദൈവത്തോടും സഹോദരങ്ങളോടും തൻ്റെ ഉത്തരവാദിത്തങ്ങളോടുമൊക്കെ അകലത്തിലായ ഒരു മനുഷ്യൻ, പ്രകൃതിക്കിണങ്ങാത്ത ജീവിത ശൈലിയിലേക്ക് എത്തിയ ഒരു മനുഷ്യൻ, പറുദീസ നഷ്ടപ്പെടുത്തി ആദിമാതാപിതാക്കളുടെ ഭാവങ്ങൾ പേറുന്നൊരു മനുഷ്യൻ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് നമ്മുടെ സാഹോദര്യ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി കൂടെയുള്ള ഉണർത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുണ്ടെന്ന് മറക്കാതിരിക്കാം. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങൾക്ക് വേണ്ടി ത്യാഗത്തിൻ്റെ വഴി നിലപാടായിട്ടെടുക്കാൻ നമുക്ക് പറ്റണുണ്ടോ? പുൽക്കൂട്ടിലേക്ക് എത്തുമ്പം ഒറ്റയ്ക്ക് നീ പോയാലാവില്ല. നിന്റെ ജീവിത പങ്കാളിയെയും നിന്റെ സഹോദരങ്ങളെയും കൂടപ്പറപ്പുകളെയൊക്കെയും പുൽക്കൂടിനോട് ഏറ്റവും അടുപ്പമുള്ളവരെ മുഴുവനും അരുകിലിരുത്തിക്കൊണ്ട് വേണം പുറമെ നിൽക്കുന്നവരെ അകത്തോട്ട് ചേർത്ത് പിടിക്കുന്ന ഒരു ആത്മീയ ചൈതന്യം, സ്നേഹിതർക്ക് വേണ്ടി ജീവനർപ്പിച്ചവൻ പഠിപ്പിച്ച ചൈതന്യം സ്വന്തമാക്കണം. നമുക്ക് താല്പര്യപൂർവ്വം പ്രിയപ്പെട്ടവരെ സമീപിക്കാൻ പറ്റുന്നുണ്ടോ? പ്രാർത്ഥിച്ച തമ്പുരാനോട് ഇഷ്ടക്കേടോടെ, മുഖം കറുത്തും, ഒരുപക്ഷെ മുഖഭാവങ്ങളിൽ മാറ്റമില്ലാതെ അകത്തു മാറ്റത്തോടു കൂടി സമീപിച്ച നിമിഷങ്ങൾ അറിയും എന്ന് വെറുതെ അധരം കൊണ്ട് പറയുകയല്ലാതെ അടുപ്പത്തിൽ അറിയുന്ന അവശേഷിപ്പായി ഒന്നുമില്ലാത്ത അവസ്ഥ. സ്വരം കേൾക്കാൻ, സ്വരത്തിലൂടെ വെളിവാകുന്ന ആന്തരികതയുടെ ഭാരമെന്നറിയാനായിട്ട് കഴിയാതെ പോകുന്ന അവസ്ഥ. പേരറിയാത്ത വിധം ഭാരപ്പെടുത്തുന്ന അവസ്ഥ. സ്വയേ മാപ്പ് ചോദിക്കാം. ഇരു കരങ്ങളും തുറന്നു പിടിച്ച് ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോയിലേക്ക് നോക്കിയിട്ട് പുൽക്കൂട്ടിലേക്ക് ഞാൻ എത്തുമ്പം ഈശോയെ, എൻ്റെ ജീവിത പങ്കാളി കൂടെ വേണം, എൻ്റെ മക്കൾ കൂടെ വേണം, എൻ്റെ സഹോദരങ്ങളുടെ സാന്നിധ്യം വേണം, അവരുടെ പ്രാർത്ഥന വേണം, അവരുടെ ജീവിതത്തിൻ്റെ ബലം വേണം, ഞങ്ങൾക്കും അവർക്കുമിടയിൽ ബന്ധം വേണം. അതുകൊണ്ടാണ് യോഹന്നാൻ ഓർമ്മപ്പെടുത്തിയത്, സഹോദരനുമായിട്ട് ഭിന്നതയിലായിരിക്കുമെന്ന് ഇരുട്ടില, സഹോദരനെ വെറുക്കുന്നവ ഇരുട്ടിലാണ് എന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 9-ാം തിരുവചനം ഓർമ്മപ്പെടുത്തും. സഹോദര സ്നേഹത്തിലൂടെ ഇരുട്ടുമാറും, നിന്റെ അന്ധമായ കണ്ണുകളൊക്കെ തുറക്കപ്പെടും, വെട്ടവും വെളിച്ചമുള്ള ജീവിതമായി പുൽക്കൂട്ടിൽ വെൺപ്രഭയോടെ നിനക്ക് എത്താനായിട്ട് കഴിയും. ഈശോയോട് പ്രാർത്ഥിക്കാം. നിർമ്മലമായ ഹൃദയം തരണേ, സ്ഥിരമായ ഒരു ആത്മാവിനെ തരണേ, പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റാതെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളുടെ സമൃദ്ധി കൊണ്ട് ബന്ധനങ്ങൾ അഴിയിക്കുന്ന, ബന്ധങ്ങളെ കൂടുതൽ സുദൃഢമാക്കുന്ന ഒരു ചൈതന്യത്തിന് വേണ്ടി കൊതിയോടെ ദാഹത്തോടെ
തുറന്നു പിടിച്ച കരങ്ങളിൽ സഹോദര ബന്ധത്തിന്റെ വിള്ളലുകളെ മുഴുവനും ഈ സ്വർഗീയ കൃപയുടെ അഭിഷേകം കൊണ്ട് നികത്തി നിറച്ച് പുൽക്കൂട്ടിലേക്ക് പ്രയാണം ചെയ്യാൻ കൊതിയോടെ, ദാഹത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ചേർന്ന് പാടാം. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. എല്ലാവരും ചേർന്ന്. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും, എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും, എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. നിൻ രക്ഷയിൻ സന്തോഷം നീ തിരികെ തരണേ. എല്ലാവരും ചേർന്ന്. നിൻ രക്ഷയിൻ സന്തോഷം നീ തിരികെ തരണേ. എല്ലാവരും ചേർന്ന്. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 133 സങ്കീർത്തനത്തിൽ സഹോദര്യ ബന്ധങ്ങളുടെ സുന്ദരമായ ചിത്രത്തെ തിരുവചനം പരിചയപ്പെടുത്തും. ഈശോയെ, നഷ്ടപ്പെട്ടു പോയ സഹോദര്യ ബന്ധത്തിൻ്റെ നനുനനത്തിയ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ മടക്കിക്കൊണ്ടുവാ. ഒറ്റയ്ക്കല്ല, ആടുകളുടെ ബലഹീനത പോലെ ഞങ്ങളും ബലഹീനരാണെന്നറിയുന്നു. ജീവിതത്തിൻ്റെ കരുത്തു കുറഞ്ഞ ഇടങ്ങളെ കരുത്തോടെ നടത്തണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കണം. ഇടയാ, നല്ലിടയാ, ഈ വഴി വന്നിടണം. അവിടുത്തെ തിരുസന്നിധാനത്ത് ഇടയൻ്റെ കൂടെ ഉറപ്പോടെ ആടുകൾ നടക്കും പോലെ പുൽക്കൂട്ടിലേക്ക് ഞങ്ങൾ പ്രിയപ്പെട്ടവരുടെ കൂട്ടോട് ചേർന്ന് നടക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങളുടെ ഒപ്പം ഈ പുൽക്കൂടിന് മുമ്പിൽ വണങ്ങാനുണ്ട് എന്ന ഉറപ്പിൽ ഞങ്ങളായിരിക്കട്ടെ. ആശ്രയമില്ലാത്ത, ബലമില്ലാത്ത, ശക്തിയില്ലാത്ത, ഒറ്റയ്ക്ക് പോയാൽ തകർന്നു പോകാനിടയുള്ള ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവേ, ഇടയനായ തമ്പുരാനെ, നല്ല ഇടയനായ തമ്പുരാനെ, നീ ഞങ്ങളെ ചേർത്ത് പിടിച്ച് കൊണ്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓർക്കണം പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സഹോദരങ്ങളെ വേദനിപ്പിച്ചത്, ബന്ധങ്ങളെ മുറിപ്പെടുത്തിയത്, വാക്കിൽ, ചിന്തയിൽ, നിലപാടിൽ, നിഷേധാത്മക ഭാവങ്ങളിൽ അർഹതപ്പെട്ടത് പങ്കുവെക്കാതെ പിടിച്ചുവെച്ചും പിടിവാശി കൊണ്ടുമൊക്കെ നഷ്ടപ്പെടുത്തിയ ജീവിതത്തിൻ്റെ ഇടങ്ങളിലേക്ക് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹവും ആശീർവാദവും ചേർന്ന് ഈ ഒരുക്കത്തിൻ്റെ 2-ാം ദിവസം നാം പ്രാർത്ഥിക്കുമ്പോൾ ഇടയനായ ഈശോയോട് പറയണം, കൂടെ ഉണ്ടാവണം ഈശോ. ആ തമ്പുരാൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൈവിടാതെ ഇടയാ, നല്ല ഇടയാ, കാക്കണേ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണേ. പ്രാർത്ഥിക്കാം നമുക്ക്. ഇടയാ, നല്ലിടയാ, ഈ വഴി വന്നിടുമോ? എല്ലാവരും ചേർന്ന്. ഇടറും മനമാ തളരും എന്നിൽ ജീവനായി വന്നിടുമോ? ഇടയാ, നല്ലിടയാ, ഈ വഴി വന്നിടുമോ? ഇടറും മനമായി തളരും എന്നിൽ ജീവനായി
കുളിർക്കാറ്റുപോലെ അണയൂ എന്നിൽ പ്രിയനീശോ. ഇടയാ എല്ലാവരും ചേർന്ന് നല്ലിടയാ ഈ വഴി വന്നിടുമോ. ഇടറും മനമായി തളരും എന്നിൽ ജീവനായി വന്നിടുമോ. ഇരുകരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. എല്ലാവരും ജീവിതത്തിൽ സഹോദര ബന്ധങ്ങളിൽ സ്വർഗത്തിന്റെ വലിയ കൃപയൊടുകാൻ വേണ്ടി ആഗ്രഹിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ച ആശീർവാദത്തിനായി ഒരുങ്ങാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്ന ദൈവമേ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. നല്ല ഇടയനായി ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സകല അനുഗ്രഹങ്ങളും നന്മകളും ഏകുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവിടത്തോട് ചേർന്ന് ഞങ്ങളുടെ സഹോദര ബന്ധത്തിൻ്റെ മേഖലകളെ വിശുദ്ധീകരിച്ച് പുൽക്കൂട്ടിൽ കുടുംബം ഒരുമിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഓർമ്മപ്പെടുത്തിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിന്റെ കൂദാസിയും ഐക്യത്തിന്റെ അടയാളവും ഉപവയുടെ ഉടമ്പടിയുമായ ദിവ്യകാരുണ്യത്തിന്റെ ചൈതന്യത്തെ സ്വന്തമാക്കി ക്രിസ്മസിൽ കൃപയോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.